ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. ഇഡ്ഡലിക്കൊക്കെ ഈ സാമ്പാർ ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് ഇത് അവിടെ ഒരു അരക്കപ്പ് പരിപ്പാണ്, ചെറിയ കപ്പിൽ അരക്കപ്പ് പരിപ്പാണ് എടുത്ത് വെച്ചിരിക്കണേ. അത് നന്നായി കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ഗ്ലാസ് വെള്ളം, ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് ഇവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. നന്നായി കുതിരണം പുളി. അപ്പോൾ ഞാൻ ഇത്രയും പുളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ 2 സബോള, ചെറിയ 2 ഉരുളൻകിഴങ്ങ്, ഒരു തക്കാളി, ഇതെല്ലാം കൂടി എടുത്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക്, പിന്നെ 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോള മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. സബോള നന്നായിട്ട് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ടീസ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൽ കിടന്നിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറണം. അതിന് ശേഷം ഞാൻ ഒരു തക്കാളി, ഉരുളൻകിഴങ്ങ്, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ പുളിയില്ലേ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനത് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളം പോരായ ഉണ്ട്, അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് നന്നായി അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സാമ്പാർ പൊടി ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുകയാണ്. ഈ സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ സൗമ്യ സിമ്പിൾ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വെന്തോ നോക്കാം. നമ്മളെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ പരിപ്പ്, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പരിപ്പ് നന്നായിട്ട് പരിപ്പ് ഉണ്ടെന്ന് പോലും അതിൽ തോന്നില്ല, അങ്ങനെ പരിപ്പ് വേവണം. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സാമ്പാർ പൊടി കലക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനി നന്നായിട്ട് തിളച്ച് വരണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാറൊക്കെ തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാർ തന്നെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ വേറൊരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സൗമ്യ സിമ്പിൾ റെസിപ്പിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും പോയി കാണണം. നിങ്ങൾ ഇതും കാണണം, എന്നിട്ട് അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പ്രവാസി ചേട്ടന്മാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. അവരൊക്കെ ജോലിക്കൊക്കെ പോയി ക്ഷീണിച്ച് വരുമ്പോൾ പെട്ടെന്നൊരു സാമ്പാർ കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. താങ്ക്